ഹലോ, ഞാനിപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇതുപോലെ കുറച്ച് പ്രോഗ്രസീവായ കാര്യങ്ങൾ ഇൻഷാല്ലാ ഇനിയും പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെന്താ മുഖം കാണിക്കാത്തതെന്ന് വിചാരിക്കരുത്. അത് പേഴ്സണലി എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ, പുറത്ത് പോയി പണിയെടുക്കുന്ന സ്ത്രീകളായാലും അകത്തുനിന്ന് നടക്കുന്ന സ്ത്രീകളായാലും അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന മണി അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാതിരിക്കുക. അതായത് രാവിലെ മുഴുവനും അലക്കുക, തിരുമ്പുക, തുടയ്ക്കുക, പാത്രം കഴുകുക, മക്കൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, മക്കളെ സ്കൂൾ പറഞ്ഞേക്കുക, അവരെ വിട്ട് വന്നിട്ട് അവരെ ഹോംവർക്ക് ചെയ്യിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക, ഈ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യും. പുറത്ത് പോയി ഒരു കുറച്ച് ഏണിങ് ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചാണ്. അവരെ സാലറി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പോലും അവരല്ല തീരുമാനിക്കുന്നത്. അവരെ ഇൻലോസോ ഭർത്താവോ അങ്ങനെ തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം അതിനാണോ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്? ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എനിക്കിങ്ങനത്തെ അനുഭവം ഉണ്ടെന്ന്. എനിക്കില്ല, പക്ഷേ എനിക്കറിയുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ട്. ഇപ്പോഴും ഇങ്ങനത്തെ ഫാമിലീസ് ഉണ്ട്. ന്യൂ ജനറേഷൻ, അതായത് 2000 കഴിഞ്ഞിട്ട് ജനിച്ച കുട്ടികൾക്കും ഇത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എൻ്റെ അറിവിൽ. പിന്നെയുള്ള കാര്യം, നിങ്ങൾ പഠിച്ചവനെ പേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പഠിച്ചവനെ പേടിച്ചിട്ടെങ്കിലും നിങ്ങൾ ന്യായമായ കാര്യം ചെയ്യുക. പിന്നെ ഇതാണോ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നിങ്ങൾ പറയാം.